മുളിഞ്ച ഗവൺമെന്റ് ജൂനിയർ പ്രൈമറി സ്കൂളിൽ 2026-27 അധ്യയന വർഷത്തെ സ്കൂൾ തെരഞ്ഞെടുപ്പ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ വിജയകരമായി നടത്തി. സ്കൂൾ അധ്യാപകൻ അബ്ദുൽ ബഷീറിന്റെ നേതൃത്വത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ വിദ്യാർത്ഥികൾ തന്നെയാണ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരായി പ്രവർത്തിച്ചത്. ഡ്രീം ഫ്ലവർ IVF സെന്റർ കേരളത്തിലാദ്യമായി AI എംബ്രിയോസ്കോപ്പി സാങ്കേതിക വിദ്യയിലൂടെ വന്ധ്യതാ ചികിത്സയിൽ വിപ്ലവം സൃഷ്ടിച്ച 14 വർഷത്തെ പാരമ്പര്യം, 10,000-ലധികം പുഞ്ചിരികൾക്ക് സാക്ഷ്യം വഹിച്ച മികവ്. ഇപ്പോൾ വെറും 60+ മെഡിസിൻ IVF പാക്കേജ് ഡ്രീം ഫ്ലവറിൽ മാത്രം. ഡ്രീം ഫ്ലവർ IVF സെന്റർ, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, കാസർഗോഡ്. വിവിധ തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങളിൽ മത്സരിച്ച സ്ഥാനാർത്ഥികൾ തങ്ങളുടെ നാമനിർദ്ദേശ പത്രികകൾ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥയും പ്രധാന അധ്യാപികയുമായ ചിത്രാവതി ചിഗുരുപാതയ്ക്ക് സമർപ്പിച്ചു. സ്കൂൾ അധ്യാപകൻ അബ്ദുൽ ബഷീറിന്റെ നേതൃത്വത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ വിദ്യാർത്ഥികൾ തന്നെയാണ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരായി പ്രവർത്തിച്ചത്. അധ്യാപിക ആയിഷത്ത് സൈനാസിന്റെ നേതൃത്വത്തിലാണ് വോട്ടെണ്ണൽ നടന്നത്. തെരഞ്ഞെടുപ്പിൽ റഹ്മാൻ സ്കൂൾ ലീഡറായി തെരഞ്ഞെടുക്കപ്പെട്ടു. അബിയ ഹാസൻ, മുഹമ്മദ് ജലാൽ, മുഹമ്മദ് ഹിഷാൻ, മൊഹിനുദ്ദീൻ, അയാൻ എന്നിവർ യഥാക്രമം ആരോഗ്യം, ഭക്ഷണം, കായികം, വിദ്യാഭ്യാസം എന്നീ വകുപ്പുകളുടെ മന്ത്രിമാരായി തെരഞ്ഞെടുക്കപ്പെട്ടു. തുടർന്ന് വിജയാഘോഷ റാലിയും നടത്തി. BRC മഞ്ചേശ്വരത്തെ BPC രാജഗോപാലനും PTA പ്രസിഡന്റ് ഇബ്രാഹിം ഹനീഫും വിജയികളെ ഷാളണിയിച്ച് ആദരിച്ചു. പുതിയ PTA കമ്മിറ്റിയുടെ സാന്നിധ്യത്തിൽ അധ്യാപകൻ റിയാസ് പെരിങ്ങാടി പുതിയ മന്ത്രിമാർക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഓരോ മന്ത്രിമാർക്കും മാർഗനിർദ്ദേശകരായി അധ്യാപികമാരായ ഐശ്വര്യ, അനുകൃഷ്ണ എന്നിവരെ ചുമതലപ്പെടുത്തി. അധ്യാപിക ധന്യ സ്കൂൾ ഭരണ സംവിധാനം, മന്ത്രിമാരുടെ ഉത്തരവാദിത്വങ്ങൾ, ചുമതലകൾ എന്നിവയെക്കുറിച്ച് വിശദമായ വിവരങ്ങൾ നൽകി. ഇതിലൂടെ തെരഞ്ഞെടുപ്പിന്റെ ആവശ്യകതയും സർക്കാരിന്റെ പ്രസക്തിയും വിദ്യാർത്ഥികൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അധ്യാപിക രേഷ്മ സ്വാഗതവും ജസീല ടീച്ചർ നന്ദിയും പറഞ്ഞു. ഈ പരിപാടിയിലൂടെ മുളിഞ്ച സ്കൂളിൽ പുതിയ സ്കൂൾ പാർലമെന്റ് ഔദ്യോഗികമായി രൂപീകരിച്ചു. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം.